മഹത്വം ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തു ജനനത്തെ കൊണ്ടാടുന്ന നാളുകളിലൂടെയാകുന്നുവല്ലോ നാം കടന്നു പോകുന്നത്. കാലിത്തൊഴുത്തിലേക്കുള്ള നമ്മുടെ ആ യാത്രയുടെ 6-ാം ദിവസമായ ഇന്ന് അല്പസമയത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 3-ാം വാക്യം. കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിനൊരു പെരുവഴി നിരപ്പാക്കുവിൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലുടനീളം മശിഹായുടെ ജനനത്തെയും ശുശ്രൂഷയെയും പറ്റിയുള്ള പ്രവചനങ്ങളും അടയാളങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ വേദഭാഗത്തെ ആസ്പദമാക്കി 3 ചിന്തകളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, മരുഭൂമിയുടെ അനുഭവം. മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ. മരുഭൂമി എന്നത് വരൾച്ചയുടെ പ്രതീകമാണ്. നാമും നമ്മുടെ ജീവിതത്തിലെ പലവിധമായ മരുഭൂമിയുടെ അനുഭവത്തിൽ കുടുങ്ങി നിശബ്ദരായി പോകുന്നവരാകാം. എന്നാൽ ബൈബിളിലുടനീളം ഈ മരുഭൂമിയുടെ അനുഭവത്തിലാണ് ദൈവം ശക്തമായി തന്റെ ജനത്തോട് ഇടപെട്ടിട്ടുള്ളത്. ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാൻ ദൈവം മോശയെ തെരഞ്ഞെടുത്തത് മോശ മരുഭൂമിയുടെ അവസ്ഥയിലായിരിക്കുമ്പോഴാണെന്ന് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം ആദ്യ ഭാഗത്ത് നാം കാണുന്നു. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ യേശു തന്റെ പരസ്യ ശുശ്രൂഷ തുടങ്ങുന്നതിനു മുൻപ് ദൈവത്തിന്റെ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തുന്നതായി നാം വായിക്കുന്നു. ഭാരങ്ങളുടെ, പ്രയാസങ്ങളുടെ, ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകളുടെ, ഒറ്റപ്പെടലിന്റെ, വേദനയുടെയൊക്കെ അനുഭവത്തിലായിരിക്കുമ്പോഴാണ് ദൈവം നമ്മോട് കൂടുതലായി ഇടപെടുന്നത്. നമ്മളിൽ പലരും ഈ ആഗമനകാലത്തിലേക്ക് കടക്കുന്നത് ഇത്തരത്തിലുള്ള ചില മരുഭൂമിയുടെ അനുഭവങ്ങളിലൂടെയാണ്. എന്നാൽ നമ്മുടെ ഈ അനുഭവങ്ങളുടെ മധ്യേ നമുക്ക് മുൻപേ വന്ന് നമ്മെ വീണ്ടെടുക്കുന്നവനാണ് മശിഹ. രണ്ടാമതായി, ഒരുക്കത്തിന്റെ അനുഭവം. ഇന്ന് നാം വായിച്ചു കേട്ട യെശയ്യാ പ്രവാചകന്റെ ഈ പ്രവചനം യാഥാർത്ഥ്യമാകുന്നത് യോഹന്നാൻ സ്നാപകനിലൂടെയാണ്. കർത്താവിന് വേണ്ടി അവൻ വഴിയൊരുക്കി. മാനസാന്തരത്തിനുള്ള ആഹ്വാനം അവൻ ജനത്തിന് നൽകി. കർത്താവിനായി വഴിയൊരുക്കാൻ അവൻ ജനത്തെ ഓർമ്മിപ്പിച്ചു. ഈ ഒരുക്കം സാധ്യമാകുന്നത് ദൈവസാന്നിധ്യത്തിന്റെ അനുഭവങ്ങളെ തടയുന്നതെല്ലാം മാറ്റിക്കളയുന്നതിലൂടെയാണ്. ഒരുക്കം എന്നത് പുറമേയുള്ളതല്ല, മറിച്ച് ഹൃദയത്തിൽ നിന്നാണ് ആരംഭിക്കേണ്ടത്. യാക്കോബ് 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: ദൈവത്തോടടുത്തു ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. യഹോവയെ സ്വീകരിക്കുവാൻ ഹൃദയം കൊണ്ട് നാം ഒരുങ്ങിയാൽ അവൻ നമ്മുടെ ദുഃഖത്തിന് ആശ്വാസത്തെ ഒരുക്കും, നമ്മുടെ വേദനയ്ക്ക് സൗഖ്യമൊരുക്കും, നമ്മുടെ ബലഹീനതയ്ക്ക് ശക്തി ഒരുക്കും. അതിനാൽ മശിഹായെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ നാം ഈ നാളുകളിൽ ഒരുങ്ങണം. മൂന്നാമതായി, കാത്തിരിപ്പിന്റെ അനുഭവം. പരിശുദ്ധമായ ഒരു കാത്തിരിപ്പിന്റെ കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. തന്നെ കാത്തിരിക്കുന്നവർക്ക് യഹോവ നല്ലവനെന്ന് വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 25-ാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവിക വാഗ്ദാനങ്ങൾക്കായി കാത്തിരുന്ന അനേകരെ നമുക്ക് വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ഇസ്രായേലിൽ ആശ്വാസത്തിനായി കാത്തിരുന്ന ശിമെയോൻ മശിഹായെ കൈകളിലേന്തി ദൈവത്തെ പുകഴ്ത്തുന്നു. ഈ നാളുകളിൽ രക്ഷകന് വേണ്ടി കാത്തിരിക്കുന്നവരായി തീരുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ഈ കാത്തിരിപ്പ് നമ്മുടെ വിശ്വാസത്തെ ശക്തീകരിക്കുന്നതാണ്. ഈ കാത്തിരിപ്പ് നമ്മുടെ ഹൃദയ കൺകളെ പ്രകാശിപ്പിക്കുന്നതാണ്. 3 ചിന്തകളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിച്ചത്. നമ്മുടെ ജീവിതത്തിലെ മരുഭൂമിയുടെ അനുഭവത്തിൽ ദൈവം നമ്മുടെ അരികിൽ വരുന്നവനാണ്. കർത്താവിന് വേണ്ടി വഴിയൊരുക്കുന്നവരാകാൻ അവൻ നമ്മളെ വിളിക്കുന്നു. അവന്റെ വരവിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവരാകാൻ അവൻ നമ്മെ ക്ഷണിക്കുന്നു. ആഗമനത്തിന്റെ ഈ നാളുകളിൽ അവനു വേണ്ടി വഴിയൊരുക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഇടയാക്കട്ടെ.